So in the logit model we have seen that in order to explain the behavior of a dichotomous or binary response model, binary response variable, we have to choose a cumulative distribution function. So the logit model uses this cumulative logistic function, and which is shown by pi equal to 1 minus 1 plus e raised to minus beta 1 plus beta 2 xi. ഇതായിരുന്നു നമ്മൾ ലോജിക് മോഡലിൽ കണ്ട ക്യുമുലേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ ഓൺലി CDF ദാറ്റ് വി ക്യാൻ യൂസ്. ഇത് ഒരു ഇക്വേഷൻ, ഒരു പ്രോബബിലിറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന 1/1 plus e raised to minus z എന്നും പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ആൻഡ് ഇൻ സം സിറ്റുവേഷൻസ് instead of this cumulative distribution function we are using a normal distribution. Instead of this cumulative distribution we are using a normal distribution or normal CDF, normal cumulative distribution function. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ഇതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് അല്ലേ, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, സോ ഇൻ സം കേസസ് ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഹാസ് ബീൻ ഫൗണ്ട് യൂസ്ഫുൾ. ദി എസ്റ്റിമേറ്റിംഗ് മോഡൽ ദാറ്റ് എമർജസ് ഫ്രം a normal cumulative distribution function is known as Probit model, or sometimes it is also called Normit model. Okay, അപ്പോൾ ഒരു നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന മോഡലാണ് പ്രോബിറ്റ് മോഡൽ, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോർമിറ്റ് മോഡൽ. അപ്പോൾ നമ്മുടെ ലോജിക് മോഡലിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ പ്രോബിറ്റ് മോഡലിലെ ഫീച്ചർ എന്ന് പറയുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി നോർമൽ, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ പ്രോബിറ്റ് മോഡലിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോബിറ്റ് മോഡലിലോട്ട് വരുമ്പോൾ നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് പകരം നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So it is possible to substitute the normal cumulative distribution function in place of logistic CDF. അപ്പോൾ logistic cumulative function പകരം normal CDF, normal cumulative distribution function നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതായിട്ട് പറ്റും. ഈ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി ആർ ഹിയർ എക്സ്പ്ലെയിനിങ് ദ പ്രോബിറ്റ് മോഡൽ യൂസിങ് എ യൂട്ടിലിറ്റി ഇൻഡെക്സ്. ഇവിടെ നമ്മൾ നമ്മുടെ പ്രോബിറ്റ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പ്രോബിറ്റ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ യൂട്ടിലിറ്റി തിയറി ഓർ റാഷണൽ ചോയ്സ് പെർസ്പെക്റ്റീവ് ഓൺ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഒരു യൂട്ടിലിറ്റി തിയറിയുടെ ബേസിസിലാണ് നമ്മൾ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ പ്രോബിറ്റ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരാളുടെ ബിഹേവിയർ, അയാളുടെ ചോയ്സ് അല്ലെങ്കിൽ റാഷണൽ ചോയ്സ് പെർസ്പെക്റ്റീവ്, ഒരാളുടെ ബിഹേവിയറിലുള്ള റാഷണൽ ചോയ്സ്, ആ ഒരു പെർസ്പെക്റ്റീവും കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ ഒരു യൂട്ടിലിറ്റി ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് അല്ലെങ്കിൽ പ്രോബിറ്റ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, so to explain the Probit model, assume that our home ownership, നമ്മുടെ എക്സാമ്പിൾ ഹോം ഓണർഷിപ്പിനെ കുറിച്ചുള്ളതാണ് അല്ലേ, ഓൺ എ ഹൗസ് ഓർ നോട്ട്, ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. So assume that in our example or home ownership example, the decision of ith family, I എന്ന് പറഞ്ഞ ഒരു ഫാമിലി അല്ലെങ്കിൽ എന്തോ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ith ഒരു ഫാമിലി കൺസിഡർ ചെയ്യുവാണ്. So decision of the ith family to own a house or not. So ith family to own a house or not. So this decision depends upon an unobservable utility index. അതായത്
നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അയാളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂട്ടിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിലാണ് ഈ ith ഫാമിലി ഒരു വീട് ഓൺ ചെയ്യുമോ ചെയ്യില്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദിസ് യൂട്ടിലിറ്റി ഇൻഡെക്സ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് II. Utility index is represented as II. So this utility index that may be determined by one or more explanatory variables. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇൻകം നമ്മളൊരു വേരിയബിൾ എടുത്തു, അതുപോലെ തന്നെ ചിലപ്പം ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതൊരു യൂട്ടിലിറ്റി ഇൻഡെക്സ് ആയിരിക്കാം. നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും ഒരു വീട് ഓൺ ചെയ്യുന്നത്. ചിലപ്പം ഇൻകം കാണും, ലോണിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാണും, അല്ലെങ്കിൽ നമ്മളുടെ വെൽത്ത് കാണും, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനോടുള്ളൊരു നമ്മളുടെ ഒരു ചോയ്സ്, നമ്മുടെ താല്പര്യം, ഇൻട്രസ്റ്റ് ഫോർ ഓണിങ് എ ഹൗസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളൊരു അൺഒബ്സർവബിൾ, അതാണ് എൻ്റെ പ്രത്യേകത, നമുക്ക് അൺഒബ്സർവബിൾ ആണ്. അതായത് അയാളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളുടെ ബേസിസിലും കൂടിയാണ്. വെറുതെ വരുമാനം വെച്ച് മാത്രമല്ല ഒരു വീട്ടിൽ ഒരു ഫാമിലി ഒരു വീട് മേടിക്കോ ഇല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത്. വരുമാനത്തിനോടൊപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങളുമുണ്ട്. അതിനെ നമ്മളൊരു അൺഒബ്സർവബിൾ യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ കാണുന്നു. ഓക്കെ, സോ this II, this can be determined by one or more explanatory variables. Say income ഒരു ഫാക്ടറാണ്, xi നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇൻകം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലാർജർ ദ വാല്യൂ ഓഫ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി ഇൻഡെക്സിൻ്റെ വാല്യൂ ലാർജർ ആണെങ്കിൽ ഗ്രേറ്റർ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫാമിലി ഓൺ എ ഹൗസ്. അപ്പോൾ ഈ യൂട്ടിലിറ്റി ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് കൂടുതലാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ വി ക്യാൻ എക്സ്പ്രസ് അവർ യൂട്ടിലിറ്റി ഇൻഡെക്സ് ആസ് I equal to β1 plus β2x. നമ്മുടെ യൂട്ടിലിറ്റി ഇൻഡെക്സ് ആണ്. യൂട്ടിലിറ്റി ഇൻഡെക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. So xi is the income of ith family, and this utility index it is an unobservable element. It is depending upon the income. Okay, now we have to think how this unobservable index, ഒരു അൺഒബ്സർവബിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡെക്സ് എങ്ങനെയാണ് ഒരു വീട് മേടിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ആക്ച്വൽ ഡിസിഷൻ എടുക്കാനായിട്ട് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ. ഈ ഒരു യൂട്ടിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിൽ വീട് മേടിക്കോ ഇല്ലയോ എന്ന് തീരുമാനം വരുന്നു. അപ്പോൾ നമുക്ക് ഒരു ആക്ച്വൽ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ അൺഒബ്സർവബിൾ ആയിട്ടുള്ള ചില എലമെൻറ്റുകൾ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, നമുക്കതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ let y equal to 1 if family own a house, y equal to 0 if family does not own a house. Now it is reasonable to assume that there is a critical or threshold level that can be called as I star, ഒരു critical value, അതായത് ഒരു particular critical level ഉണ്ട്. I star നമ്മൾ represent ചെയ്തു, such that if I exceeds I star, the family will own a house. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു യൂട്ടിലിറ്റി ഇൻഡെക്സ് അൺഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഇൻഡെക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ യൂട്ടിലിറ്റി ഇൻഡെക്സ് നമ്മൾ I എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിനൊരു മാക്സിമം അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വരെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ വേറെ ആയിരിക്കും. സോ ദർ ഈസ് എ ക്രിട്ടിക്കൽ ഓർ ത്രഷോൾഡ് ലെവൽ. അതായത് നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഇൻകം ഒരു എലമെൻറ്റ്, ഓക്കെ, ഇനി അതല്ലാണ്ട് വീട് അല്ലെങ്കിൽ പലിശ, ഇൻട്രസ്റ്റ് റേറ്റ്, ലോൺ എടുക്കാനാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളൊരു ഫാക്ടറായിട്ട് വെച്ചേക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു എന്തെങ്കിലും ഒരു ലിമിറ്റ് കാണുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ ഒരു 6% ഒക്കെ ആകുന്ന ഒരു അവസ്ഥ വന്നാൽ അന്നേരം വീട് പണിയും. അപ്പോൾ നമ്മളുടെ ഈ ത്രഷോൾഡ് അല്ല ഒരു ക്രിട്ടിക്കൽ ലെവലിൽ എത്തുന്നിടം വരെ നമ്മൾ
ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മളുടെ യൂട്ടിലിറ്റി ഇൻഡെക്സ് ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോസിറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ 6% കുറയണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു താല്പര്യം. അപ്പോൾ 6% കുറയുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ വീട് മേടിക്കാനായിട്ട് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ഒരു പർട്ടിക്കുലർ ലെവൽ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് വരുമാനം ഇപ്പം മാസം ഒരു 1000 രൂപ വെച്ച് അല്ലെങ്കിൽ 10000 രൂപ വെച്ച് എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നുള്ളൂ. അതൊരു 50000 രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റിയാൽ അന്നേരം വീട് പണിതിനെ കുറിച്ച് ആലോചിക്കാം. അതായത് നമ്മളുടെ ലിമിറ്റ് എന്താണ്? 50000 രൂപ. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് ഈ 50000-ന് മേളിൽ വന്നാൽ നമ്മൾ വീട് മേടിക്കാനായിട്ട് വിചാരിക്കും. അപ്പോൾ എപ്പോഴും ഏത് എലമെൻ്റ് ആണെങ്കിലും അവിടെ ഒരു ക്രിട്ടിക്കൽ, ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഐ സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് അവർ യൂട്ടിലിറ്റി ഇൻഡെക്സ് എക്സീഡ്സ് ദിസ് ക്രിട്ടിക്കൽ ലെവൽ, ആ ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞാൽ ദർ ഇസ് എവരി പോസിബിലിറ്റി ടു ഓൺ എ ഹൗസ്, അതർവൈസ് ഇറ്റ് ഇസ് നോട്ട്. സോ ദ ത്രഷോൾഡ് ഐ സ്റ്റാർ, നമുക്കറിയാം ഐ പോലെ തന്നെ ഈ ത്രഷോൾഡ് ഐ സ്റ്റാറും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, ഒബ്സർവബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഒബ്സർവബിൾ. ബട്ട് ഇഫ് വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ ഐ നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഐ സ്റ്റാർ നമുക്ക് ഒബ്സർവ് ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇഫ് ദിസ് ഐ സ്റ്റാർ ഇസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് സെയിം മീൻ ആൻഡ് വേരിയൻസ്, then it is possible not only to estimate the parameters of index but also we will get some information regarding the utility index. അതായത് ഈ ഒരു ഐ സ്റ്റാർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള നമ്മളുടെ എസ്റ്റിമേഷൻ ഭാഗത്ത് നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് β1 ഉം β2 ഒക്കെ കണ്ടുപിടിക്കാം. അതിനോടൊപ്പം തന്നെ വി വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് അൺഒബ്സർവബിൾ ഇൻഡെക്സ്. ഈ ഒരു ഇൻഡെക്സിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Okay, now let us go to the calculation. So here we are assuming that normality or assumption of normality is there. So the probability that I star, നമ്മുടെ ത്രെഷോൾഡ് ലെവൽ ഐ സ്റ്റാർ അല്ല കേട്ടോ, ഐ സ്റ്റാർ, the probability that this I star is less than or equal to I, ഓർ തിരിച്ചാണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ഐ സ്റ്റാർ, രണ്ടും ഒരേ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ തിരിച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ത്രഷോൾഡ് ലെവലിനേക്കാളും മേളിലെത്തുന്ന അവസ്ഥയാണ്. നമ്മുടെ ത്രഷോൾഡ് ലെവൽ എന്തോരി ഐ സ്റ്റാർ, ഇവിടെ കറണ്ട് പോയേ, എപ്പോൾ വേണേലും നെറ്റ് പോകും, ഒന്ന് ശ്രദ്ധിച്ചോ. സോ ഐ സ്റ്റാർ, the probability that I star is less than II can be computed from the normal cumulative distribution function as probability Pi equal to probability of y equal to 1 given xi. അല്ലേ, Pi എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ഐ സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അതായത് നമ്മളുടെ ത്രെഷോൾഡ് ലെവല് നമ്മളുടെ യൂട്ടിലിറ്റി ഇൻഡെക്സിനേക്കാളും കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ, ഇവിടെ ഉണ്ടല്ലോ. നെറ്റ് പോയിട്ടൊന്നും ഇല്ലല്ലോ. പ്ലീസ് റിപ്ലൈ. അസ്മാബി, ക്രിസ്ത്യൻ, ഓക്കെ. കറണ്ട് പോയായിരുന്നു, അപ്പോൾ ഞാൻ നെറ്റ് പോയോന്ന് ഓർത്തു. ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു നമ്മളുടെ ത്രെഷോൾഡ് ലെവൽ, ആ ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 50,000 രൂപയ്ക്ക് മേൽ ഇൻകം വന്നാൽ നമ്മളെ പ്രോബബിലിറ്റി ദാറ്റ് വി ആർ ഓണിങ് എ ഹൗസ് എന്നുള്ളത് കൂടും. അപ്പോൾ നമ്മുടെ പി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ടു ഓൺ എ ഹൗസ്, ദാറ്റ് ഈസ് probability of y equal to 1 given xi. ഇനി this will be equal to probability of success എന്ന് പറഞ്ഞാൽ എന്താണ്? probability that our I star is less than or equal to II. നമ്മളുടെ ത്രെഷോൾഡ് ലെവലിൽ നമ്മുടെ യൂട്ടിലിറ്റി ഇൻഡെക്സ് ത്രെഷോൾഡ് ലെവലിനേക്കാളും മേളിലോട്ട് വരുന്ന അവസ്ഥയാണ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്
സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മളുടെ ഇസഡ് ഐ, ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇസഡും കൊണ്ടാണ് അല്ലേ. സോ ഇസഡ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു β1 പ്ലസ് β2 xi. അതായത് ഐ എന്ന് പറയുന്നത് β1 പ്ലസ് β2 xi ആണ്. നമ്മൾ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഐ എന്ന് പറയുന്നത് β1 പ്ലസ് β2 xi ആണ്. നമ്മൾ ആ യൂട്ടിലിറ്റി ഇൻഡെക്സ് ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഐ സ്റ്റാർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഐ സ്റ്റാർ. അതുകൊണ്ട് നമ്മൾ അതിനെ ഇസഡ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇസഡ് ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കാണിക്കാനാണ് നമ്മൾ ഇസഡ് ഐ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇസഡ് ഐ, ഇത് β1, ഇസഡ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു β1 പ്ലസ് β2 xi, ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് β1 പ്ലസ് β2 xi. എഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കാണിക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് β1 പ്ലസ് β2 xi. അപ്പോൾ ഇവിടെ പി വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദി ഇവൻ മേ ഒക്കർ. പ്രോബിലിറ്റി ഐ സ്റ്റാർ ലെസ് ദാൻ i1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദി ഇവൻ മേ ഒക്കർ ഓൺ എ ഹൗസ് എന്നുള്ള കണ്ടീഷനാണ്. ഐ സ്റ്റാർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ ഇസഡ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഐയുടെ ഇക്വേഷൻ β1 പ്ലസ് β2 xi എന്നാണ്, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദിസ് ഇസ് എ നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് β1 പ്ലസ് β2 xi, അല്ലെങ്കിൽ നമ്മളുടെ എഫ് ഓഫ് ഐ അല്ലേ. നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഐ ആണ് β1 പ്ലസ് β2 xi എന്ന് നമ്മൾ പറഞ്ഞത്. ഐ f of ii. Okay, so the probability will be equal to normal cumulative distribution function of our utility index. Now this f of ii vare nammal etti. F of I will be equal to standard normal distribution aanu. Standard normal distribution ന്റെ formula അനുസരിച്ച് standard normal distribution 1 by root 2 pi into integral minus infinity to ii. ഇതാണ് അതിൻ്റെ റേഞ്ച്. e raised to minus z square by 2 dz. So this is the definition for standard normal distribution. So f is the standard normal cumulative distribution function, and this f can be represented as, or it can be presented as normal distribution function lode namukku maatam 1 by root 2 pi into integral e raised to minus z square divided by 2, or it will be equal to 1 by root 2 pi integral minus infinity to ii endana β1 plus β2 xi e raised to minus z square by 2 dz. So we know that p is the probability that event may occur. So here the probability of owning a house is measured by the standard normal curve or standard normal distribution from minus infinity to ii. So ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ഫിഗറിൽ കാണിക്കാൻ ഞാൻ. Okay. This 0, ഇത് 1, 0 to 1. ഇനി നമ്മളുടെ പി ഐ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഐ ഐ ആണല്ലേ, നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. ദെൻ let this be the point, probability that ii star less than or equal to ii. നമ്മളുടെ പി ഐ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ ഈ ii star less than ii, അതായത് probability to own a house. So pi correspondingly
ഇത് പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഹിയർ ഇപ്പോൾ ഈ ഗ്രാഫ് കാണിക്കുന്നത് i ഈക്വൽ ടു β1 പ്ലസ് β2 xi എന്നുള്ള ഗ്രാഫാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ P represent probability that the event will occur. അതിൻ്റെ കണ്ടീഷനാണിത് i star less than ii. So the probability of owning a house is measured by the area of this standard normal curve. ഈ ഒരു ഏരിയ ഇത്രയും പോസിബിലിറ്റി ആണ് ഉള്ളത്. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ ഏരിയ. -∞ to ii റേഞ്ചിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഏരിയ ബൈ വിച്ച് ദിസ് probability of owning a house will occur. Now, in order to get some information regarding the utility index, അതുപോലെ തന്നെ നമുക്ക് β1, β2, യൂട്ടിലിറ്റി ഇൻഡെക്സ് ii ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം. സോ ഫോർ ദാറ്റ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഇൻവേഴ്സ് ഓഫ് our equation, piയുടെ equation അല്ലെങ്കിൽ f of ii. നമ്മളുടെ inverse of this function will be considered while we are while we are discussing about the values of β1, β2 and also utility index. അപ്പോൾ നമുക്കറിയാം i ഈക്വൽ ടു ii എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഐയുടെ ഇൻവേഴ്സ് ആണ്. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ii എന്ന് പറയുന്നത് അല്ലേ? എഫ് ഓഫ് ഐയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ii. സോ ii ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ii. ഈ എഫ് ഓഫ് ഐയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ii കിട്ടും. ദാറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ii, ദാറ്റ് മീൻസ് എഫ് ഓഫ് ഇൻവേഴ്സ് ഓഫ് pi, which will be equal to β1 plus β2 xi. So ii equal to β1 plus β2 xi നമുക്ക് കിട്ടി. ആൻഡ് എഫ് ഇൻവേഴ്സ്, അതായത് നമ്മുടെ നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എഫ് എന്നുള്ളത് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഈ നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സ്. സോ this is the ii equal to β1 plus β2 xi, and we obtain from this we can obtain the value of ii given the value of pi. യുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ pi β1 plus β2 xi ആണ്, അതിൻ്റെ വാല്യൂ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ii എന്ന് പറയുന്ന യൂട്ടിലിറ്റി ഇൻഡെക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ പിയുടെ റിവേഴ്സ് കണ്ടുപിടിച്ച് ഇൻവേഴ്സ് എടുത്താൽ മതി, നമുക്ക് അതിൻ്റെ വാല്യൂസിലോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, so this is the situation of probit model where we are considering normally distributed function. നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മളൊരു യൂട്ടിലിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ യൂട്ടിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മളുടെ ഹൗസ് ഓണർഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, now we have to go to the പ്രോബിറ്റ് മോഡൽ. അപ്പോൾ ഈ പ്രോബിറ്റ് മോഡലിൽ ഇനി ഇതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷനിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഇൻഡെക്സ് ii അല്ലെങ്കിൽ β1 β2 എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത് രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്. ഗ്രൂപ്പ്ഡ് ഡേറ്റയും ഉണ്ട്, അൺഗ്രൂപ്പ്ഡ് ഡേറ്റയും ഉണ്ട്. ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ അതിന് നമ്മൾ ജി പ്രോബിറ്റ് എന്ന് പറയും. അപ്പം ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നതിന് ഉള്ള ഒരു മെത്തേഡ്. അതുപോലെ തന്നെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ നമ്മൾ എസ്റ്റിമേഷൻ നടത്താനായിട്ട് ഇതെല്ലാം നമുക്ക് എന്നാ പറയുന്നത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളുടെ ഇ വ്യൂസ്, സ്ട്രാറ്റ അല്ലെങ്കിൽ SPSS ഒക്കെ പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഗ്രൂപ്പ്ഡ് ഡേറ്റ അൺഗ്രൂപ്പ്ഡ് ഡേറ്റയുടെ ഒക്കെ പ്രോബിറ്റ് വാല്യൂ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നൗ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ടോബിറ്റ് മോഡലാണ്.
പ്രോബിറ്റ് മോഡൽ പോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ലോജിക് പ്രോബിറ്റ് പോലെ തന്നെ നമ്മുടെ ഒരു ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡൽ ആണ് ടോബിറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഞാനൊന്ന് പറയാം. So this is just an extension of Probit model. നമ്മളിപ്പോൾ പറഞ്ഞ പ്രോബിറ്റ് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ടോബിറ്റ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ടോബിൻ. പ്രോബിറ്റ് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നതാണ് ജെയിംസ് ടോബിനെ. So he was a Nobel laureate in economics. Okay, so here also we are continuing with our example of home ownership. നമ്മുടെ ഹോം ഓണർഷിപ്പ് എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻ ദ പ്രോബിറ്റ് മോഡലിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് ആസ് എ ഫങ്ഷൻ ഓഫ് സം സോഷ്യോ എക്കണോമിക് വേരിയബിൾസ്. അത് നമ്മളതിനെ യൂട്ടിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു. അൺഒബ്സർവബിൾ ആയിട്ടുള്ള ചില വേരിയബിൾസിൻ്റെ ബേസിസിൽ ഒരു വീട് ഓണിങ് എ ഹൗസിനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പ്രോബിറ്റ് മോഡലിൽ. In Tobit model, what we are doing is our interest is to find out the amount of money which a person uses or spends in order to own a house in relation to some socio-economic variables. അപ്പോൾ നമ്മൾ പ്രോബിറ്റ് മോഡലിലും ലോജിക് മോഡലിലും ഒക്കെ നമ്മൾ ശ്രമിച്ചത് we have to estimate the probability of owning a house based on income അല്ലെങ്കിൽ based on some socio-economic variables. ഇവിടെ ടോബിറ്റ് മോഡലിൽ our interest is to find out the amount of money spent. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ ദി സോഷ്യോ എക്കണോമിക്. നമ്മൾ പറഞ്ഞ ഇൻകം അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്ടിലിറ്റി ഇൻഡെക്സും ഒക്കെ ഉണ്ട്. പല കാര്യങ്ങളുടെയും ബേസിസിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ എ ഹൗസ്. ഒരു വീട് മേടിക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഓഫ് മണി, അതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. നമ്മൾ എടുത്തേക്കുന്ന എന്താ പറയുക പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഇഫ് എ കൺസ്യൂമർ ഡസ് നോട്ട് പർച്ചേസ് എ ഹൗസ്, ഒരാൾ വീട് മേടിച്ചില്ലെങ്കിൽ ഈ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് എന്നുള്ളൊരു എമൗണ്ട് അവിടെ ഉണ്ടോ? വീട് മേടിക്കുന്ന ആളെ സംബന്ധിച്ചേ ഉള്ളൂ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദർ ഇസ് എ ഡിലേമ ഇൻ ദിസ് സിറ്റുവേഷൻ. ഇഫ് എ സാമ്പിൾ ഡസ് നോട്ട് ഓർ ഇഫ് എ കൺസ്യൂമർ ഡസ് നോട്ട് പർച്ചേസ് എ ഹൗസ്, then we have no data of expenditure. ഈ ഒരു എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ ഹൗസ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല. വി ഹാവ് സച്ച് ഡേറ്റ ഓൺലി ഓൺ കൺസ്യൂമേഴ്സ് ഹു ആക്ച്വലി പർച്ചേസ് എ ഹൗസ്. അപ്പോൾ വീട് മേടിച്ചവരുടെ മാത്രമേ അങ്ങനെ ഒരു ഡേറ്റ നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ്. കൺസ്യൂമേഴ്സിനെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം, N1, N2. സോ consumers, based on this this definition, we can divide our consumers into two groups. One group, that means consumers whom we have information on regressors. Regressors എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം പോലുള്ള മറ്റ് സോഷ്യോ എക്കണോമിക് വേരിയബിൾസ് ആണ്. ഇപ്പോൾ ഇൻകം ഉണ്ട്, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ചിലപ്പോൾ സൈസ് ഓഫ് ദി ഫാമിലി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിഗ്രസർ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആണ്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് അബൌട്ട് ഹൂം വി ഹാവ് ഇൻഫർമേഷൻ ഓൺ റിഗ്രസേഴ്സ് ആൻഡ് റിഗ്രസൻറ്റ്. റിഗ്രസൻറ്റ് എന്താണ്? നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇത് എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, ഹൗസിംഗ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമുക്കറിയാം. സെക്കൻഡ് കാറ്റഗറി എന്താണ്? കൺസ്യൂമേഴ്സ് അബൌട്ട് ഹൂം വി ഹാവ് ഇൻഫർമേഷൻ ഒൺലി ഓൺ റിഗ്രസേഴ്സ്. റിഗ്രസേഴ്സ് നമുക്കറിയാം, ഇൻകത്തിൻ്റെ കാര്യവും അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ എമൗണ്ട് ഓഫ് മണി നമ്മുടെ റിഗ്രസൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഇല്ല. ഒൺലി ഇൻഫർമേഷൻ ഓൺ റിഗ്രസേഴ്സ്. അപ്പോൾ N1, N2 എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുണ്ട്. N1 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ റിഗ്രസൻറ്റിൻ്റെ ഇൻഫർമേഷൻ, അതായത് ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ നമുക്കറിയാം,
അവരുടെ റിഗ്രസേഴ്സിൻ്റെ ഡീറ്റെയിൽസും അറിയാം. N2 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നമുക്ക് ഹൗസിംഗ് എക്സ്പെൻഡിച്ചറിൻ്റെ ഡേറ്റ ഇല്ല, നമുക്ക് ആകെ റിഗ്രസേഴ്സിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. സോ എ സാമ്പിൾ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഓൺ റിഗ്രസൻറ്റ് ഈസ് അവൈലബിൾ ഫോർ സം ഒബ്സർവേഷൻസ്, അതിനെ നമ്മൾ സെൻസേർഡ് സാമ്പിൾ എന്ന് പറയും. അതായത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മുടെ കയ്യിൽ 100 പേരുണ്ട്, അതിൽ 80 പേരുടെ മാത്രമേ റിഗ്രസൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്കുള്ളൂ. ഇപ്പോൾ ഇവിടെയാണ് 2 കാറ്റഗറി അല്ലേ, 100 പേരിൽ ഇവിടെ ഒരു 75 പേരും ഇവിടെ ഒരു 25 പേരുമാണെങ്കിൽ ഈ മൊത്തത്തിൽ ഈ 100 നമ്മുടെ സാമ്പിൾ എത്രയാണ്? 100. ഈ 100 സാമ്പിളിൽ നമ്മൾ പറയും സെൻസേർഡ് സാമ്പിളാണ്. അതായത് 75 പേരുടെ മാത്രമേ നമുക്ക് ഫുൾ ഇൻഫർമേഷൻ ഉള്ളൂ, ബാക്കി ഇല്ല. സോ എ സാമ്പിൾ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഓൺ റിഗ്രസൻറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഫോർ സം, അല്ലേ, ഇവിടെ 75 പേരുടെ മാത്രമേ റിഗ്രസൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്കുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനെ നമ്മൾ പറയുന്നതാണ് സെൻസേർഡ് സാമ്പിൾ. സോ ടോബിറ്റ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് സെൻസേർഡ് റിഗ്രഷൻ മോഡൽ. എന്തുകൊണ്ടാണ്? ടോബിറ്റ് മോഡലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൗസിംഗ് ഓണർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുവാണ്. ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ഇവിടെ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മളുടെ സാമ്പിളിൽ വീട് മേടിച്ചവരെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. മൊത്തം സാമ്പിളിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ടോബിറ്റ് മോഡലിനെ സെൻസേർഡ് റിഗ്രഷൻ മോഡൽ എന്നും പറയും. ബിക്കോസ് ഓഫ് ദി റെസ്ട്രിക്ഷൻ പുട്ട് ഓൺ വാല്യൂസ് ടേക്കൺ ബൈ ദി റിഗ്രസൻറ്റിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവരെയും സംബന്ധിച്ച് കിട്ടില്ല. അതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ എ സെൻസേർഡ് റിഗ്രഷൻ മോഡൽ. അതുപോലെ തന്നെ ലിമിറ്റഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റിഗ്രഷൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ വിളിക്കുന്നുണ്ട്. സോ സ്റ്റാറ്റിസ്റ്റിക്കലി വി ക്യാൻ എക്സ്പ്രസ് അവർ ടോബിറ്റ് മോഡൽ ആസ് yi equal to beta 1 plus beta 2 xi plus ui if RHS greater than 0. RHS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥം? റൈറ്റ് ഹാൻഡ് സൈഡ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ നമുക്കറിയാം, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എന്താകും? 0 അതർവൈസ്. അപ്പോൾ ഈ പറയുന്ന എക്സൈക്ക് ഒരു ഇൻകം ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. RHSന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ yi ഈസ് നോട്ട് ഈക്വൽ ടു 0 നമ്മൾ പറയും. അതായത് yi നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 1നോട് അടുത്തൊരു വാല്യൂ വരുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഓണിങ് എ ഹൗസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം yi ക്യാൻ ബി ഈക്വൽ ടു beta 1 plus beta 2 xi plus ui if RHS greater than 0 or yi equal to 0 if it is not greater than 0. Okay, so we have to estimate this equation അല്ലേ. yi equal to beta 1 plus beta 2 xi plus ui ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് we can estimate this equation only by using our N1 consumers. അതായത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, N1ഉം N2ഉം അല്ലേ. N1ൻ്റെ മാത്രമാണ് റിഗ്രസൻറ്റിൻ്റെയും റിഗ്രസേഴ്സിൻ്റെയും വാല്യൂ നമുക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ടോബിറ്റ് മോഡലിൻ്റെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് only based on N1 observations and we have nothing to do with N2 observation. നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതായത് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 100 സാമ്പിൾ ഉണ്ടെങ്കിൽ ആ 75 പേരുടെ ഡീറ്റെയിൽസ് വെച്ച് മാത്രമാണ് നമുക്ക് ഈ എസ്റ്റിമേഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. And now we have to face a question. Can we estimate this regression using only this N1 sample? N2 സാമ്പിളിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ N1 സാമ്പിൾ മാത്രം എടുത്തുകൊണ്ട് OLS എസ്റ്റിമേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് ദ ആൻസർ. വി കനോട്ട്. നമുക്കിവിടെ എസ്റ്റിമേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ഈ N1 ഒബ്സർവേഷൻ എടുത്ത് മാത്രമേ നമുക്ക് എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദിസ് ഇസ് നോട്ട് പോസിബിൾ because for OLS estimates the parameters obtained from the subset of N1 observation, അതായത് നമ്മൾ ഈ N1 ഒബ്സർവേഷൻ്റെ മാത്രം ബേസിസിൽ നമ്മൾ ബീറ്റ 1ഉം ബീറ്റ 2 ഒക്കെ കണ്ടുപിടിക്കുമ്പം ദാറ്റ് ക്യാൻ ബി ബയസ്ഡ്. മൊത്ത സാമ്പിളിൻ്റെ റിസൾട്ട് അല്ല നമുക്ക് കിട്ടുന്നത്, ഈ N1 സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് മാത്രമായിരിക്കും. സോ അവർ റിസൾട്ട് വിൽ ബി ബയസ്ഡ് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്.
അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, രണ്ട് കാറ്റഗറി ഓഫ് കൺസ്യൂമേഴ്സ് നിൽക്കുമ്പം നമുക്ക് ഒരു കാറ്റഗറിയുടെ മാത്രം ഡേറ്റ വെച്ചുകൊണ്ട് നമ്മളുടെ മോഡൽ എസ്റ്റിമേറ്റ് OLS എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റില്ല. നടത്താം, പക്ഷെ നമുക്ക് കിട്ടുന്ന ഉത്തരം ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് റിലയബിൾ ആയിട്ടുള്ള ആൻസർ ആയിരിക്കില്ല. അത് ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് നമുക്ക് കാണിക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് എക്സ് ആക്സിസിലെ ഇൻകം, ഇവിടെ നമ്മുടെ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതെന്താ സിറ്റുവേഷൻ? ഇൻകം, അതായത് നമ്മുടെ എക്സ് ആക്സിസിൽ തന്നെ കുറച്ച് പോയിന്റുകൾ വരുവാണ്. അതിനർത്ഥം എന്താ, ഈ പോയിന്റ് വന്നേക്കുന്നവരൊക്കെ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഇല്ലാത്തവരാണ്. നമ്മുടെ N2 എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ടോ? ഇല്ല. അവർക്ക് ഓണിങ്, നമ്മൾ വീട് മേടിച്ചവരെ മാത്രമേ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഉള്ളവരുടെ കൂട്ടത്തിൽ പറ്റുള്ളൂ. സോ ഇഫ് Y is not observed, ദാറ്റ് ഈസ് ഇവിടെ സെൻസറിങ് നടത്തുവാണ്. N2 എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് ഇല്ല. ദാറ്റ് മീൻസ് because of censoring we cannot observe Y in case of these N2 consumers. N2 എന്ന് പറഞ്ഞ കാറ്റഗറിക്ക് Y വാല്യൂ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ N2 എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ പോയിന്റുകളാണ് ഈ എക്സ് എക്സസ് അല്ലെങ്കിൽ ഈ പോയിന്റുകളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നമ്മളുടെ N2 എന്ന് പറഞ്ഞ ഒബ്സർവേഷൻസ് ആണ്. കാരണം എന്താണ്, അവർക്ക് Y വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ അവർക്ക് 0 ആണ്, എക്സ്പെൻഡിച്ചർ ഇല്ല. അപ്പോൾ നമുക്ക് അവരെ ഇവിടെ മാത്രമേ പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Y ആക്സിസിലോട്ട് അവർക്കൊരു റിലേഷനും ഇല്ല. ഓക്കെ, ഇനി ഇഫ് Y ഈസ് ഒബ്സർവ്ഡ്, അതായത് നമ്മളുടെ N1 എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അവരുടെ Y വാല്യൂ ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളുടെ N1 കാറ്റഗറിയാണ് ഇങ്ങനെ ഇതായിരിക്കും അവരുടെ ഒബ്സർവേഷൻ. ഓക്കെ, സോ ദിസ് വിൽ ലൈ ഓൺ XY പ്ലെയിൻ. അതായത് അവർക്ക് ഇൻകവും ഉണ്ട്, അവർക്ക് ഹൗസിംഗ് എക്സ്പെൻഡിച്ചറും ഉണ്ട്. So if we estimate a regression line based on N1 observation only, okay, ഇത് നമ്മുടെ N2 ആണല്ലേ ഇത്. അപ്പോൾ N2 നമ്മൾ ഒഴിവാക്കി, അതായത് ഈ എക്സ് ആക്സിസിൽ മാത്രം നിൽക്കുന്ന വേരിയബിൾസ് നമ്മൾ ഒഴിവാക്കി, നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് നമ്മൾ ആ N1 ഒബ്സർവേഷൻ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ റിഗ്രഷൻ നടത്തുന്നതെങ്കിൽ the resulting interpret and slope coefficients will be different from N1 plus N2 situation. അപ്പോൾ നമ്മൾ N2 ഒഴിവാക്കി, കാരണം എന്താണ്, അവിടെ അവർക്ക് ഹൗസിംഗ് എക്സ്പെൻഡിച്ചർ ഇല്ല. എന്നിട്ട് N1 മാത്രം വെച്ചാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും അവരുടെ പ്ലോട്ട് മുഴുവൻ ചെയ്തേക്കുന്നത്. ഇവിടെ കിട്ടുന്ന റിസൾട്ടും ഇതും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള, നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ, എന്നാലേ മൊത്തം സാമ്പിൾ 100 പേരും ആവുള്ളൂ. അപ്പോൾ ഈ 75 പേരെ മാത്രം എടുത്താണെങ്കിൽ ഇവിടെയുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. 100 പേരെ എടുക്കുവാണെങ്കിൽ ഇതും കൂടെ കമ്പൈൻ ചെയ്യണം, അന്നേരം ഇവിടെ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല. അപ്പോൾ N1 മാത്രം എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കില്ല N1 പ്ലസ് N2 കൺസിഡർ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ N1ൻ്റെ മാത്രം ബേസിസിൽ നമ്മൾ OLS എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ബയസ്ഡും ആയിരിക്കും, ഇൻകൺസിസ്റ്റൻറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സെൻസേർഡ് റിഗ്രഷൻ മോഡലിൽ നമുക്ക് എങ്ങനെ എസ്റ്റിമേഷൻ നടത്താനായിട്ട് പറ്റും? സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. നമ്മൾ OLSന് പകരമുള്ളൊരു മെത്തേഡ് പറഞ്ഞിരുന്നു നമ്മുടെ കഴിഞ്ഞ സെമ്മിൽ, മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്. സോ ഈ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്താണ് ഇവിടെ ഒരു എസ്റ്റിമേഷൻ നടത്താൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. നമുക്ക് ഇതിപ്പം ഇതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിൻ്റെ എസ്റ്റിമേഷൻ ഒന്നും ഇപ്പോൾ പഠിക്കാനില്ല. ആൻഡ് ഇറ്റ് ഈസ് ബിയോണ്ട് ദി ഏരിയ ഓഫ് സ്റ്റഡി ദാറ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് ഇൻ ദീസ് പാർട്സ്. നമുക്കപ്പോൾ പഠിക്കാനുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ പാർട്ടാണ്. നമ്മളതിവിടെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെയുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം ആണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴി മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാം, ടോബിറ്റ് മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൻസേർഡ് റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ജെയിംസ് ഹെക്മാൻ, അദ്ദേഹം ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊണ്ടുവന്നത് ഇതാണ്.
ഈ ML മെത്തേഡിന്, മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊണ്ടുവന്നു. അതൊരു 2 സ്റ്റെപ്പ് പ്രൊസീജിയർ, 2 സ്റ്റെപ്പുള്ളൊരു പ്രൊസീജിയർ, എസ്റ്റിമേഷൻ പ്രൊസീജിയറാണ് ഇദ്ദേഹം പറഞ്ഞത്. ആദ്യം, അതായത് പുള്ളി പറഞ്ഞ ഇതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, we first estimate the probability of a consumer owning a house. നമ്മുടെ പ്രോബിറ്റ് മോഡൽ ഉപയോഗിച്ച് പ്രോബബിലിറ്റി ഓഫ് ഓൺ എ ഹൗസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പം ടോബിറ്റ് മോഡൽ അല്ല, പ്രോബിറ്റ് മോഡൽ. അപ്പോൾ അവിടെ സെൻസറിങ് ഒന്നും ഇല്ലല്ലോ, എല്ലാം വേരിയബിൾസും എടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോബിറ്റ് മോഡൽ ഉപയോഗിച്ച് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വെച്ചിട്ട് പ്രോബബിലിറ്റി ടു ഓൺ എ ഹൗസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദി മോഡൽ ബൈ ആഡിങ് ഇറ്റ് ടു എ വേരിയബിൾ. അതായത് നമ്മളുടെ ഇക്വേഷൻ, നമ്മളുടെ ടോബിറ്റ് മോഡലിൻ്റെ ഇക്വേഷൻ ഇതാണ്, β1 + β2 xi + ui. ഇതാണ് നമ്മുടെ ടോബിറ്റ് മോഡൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോബിറ്റ് മോഡൽ വെച്ച് പ്രോബബിലിറ്റി ഡിറൈവ് ചെയ്തു. സ്റ്റെപ്പ് 2-ൽ വി എസ്റ്റിമേറ്റ് ദി മോഡൽ ബൈ adding it to a variable that is derived from the probit model. അപ്പോൾ പ്രോബിറ്റ് മോഡലിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു വേരിയബിൾ ഉണ്ട്, ഈ പ്രോബബിലിറ്റി വേരിയബിൾ. ആ പ്രോബബിലിറ്റി വേരിയബിൾ നമ്മളുടെ ഈ ടോബിറ്റ് മോഡൽ അല്ലേ ഇത്, ഈ ടോബിറ്റ് മോഡലിലോട്ട് ഇത് ആഡ് ചെയ്യുക. ഈ പ്രോബിറ്റ് മോഡൽ വെച്ച് നമ്മൾ സ്റ്റെപ്പ് 1-ൽ കണ്ടുപിടിച്ച ഒരു വേരിയബിൾ നമ്മളുടെ ടോബിറ്റ് മോഡലിലോട്ട് ആഡ് ചെയ്യുക. ദെൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടോബിറ്റ് മോഡൽ ഫൈനലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ജെയിംസ് ഹെക്മാനായിട്ട് പറയുന്നത്. പക്ഷേ ML മെത്തേഡിൻ്റെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ML മെത്തേഡിൻ്റെ അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഹെക്മാൻ ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞു എന്നുള്ളതാണ്. പ്രോബിറ്റ് ചെയ്യുന്ന കിട്ടുന്ന വേരിയബിൾ ടോബിറ്റിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ടോബിറ്റ് മോഡലിൽ സെൻസേർഡ് ആയിട്ടുള്ള ഏരിയ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നാണ് ഹെക്മാൻ പറയുന്നത്. പക്ഷേ അന്നേരവും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്നേരം നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫുള്ളി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും നല്ലത്, ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ടു യൂസ് ദി മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് ആർ അവൈലബിൾ ഹാവിങ് ദി ML റുട്ടീൻ. ഈ മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പാക്കേജുകൾ ഉപയോഗിച്ച് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് വെച്ച് തന്നെ എസ്റ്റിമേഷൻ നടത്തുന്നതാണ് ഹെക്മാൻ്റെ ഈ ഒരു 2 സ്റ്റെപ്പ് മോഡലിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദ ടോബിറ്റ് മോഡൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബിറ്റ് മോഡലും ടോബിറ്റ് മോഡലും.